ലൈഫിൽ എന്തൊക്കെ ബാഡ് ഡേയ്സ് വന്നാലും നമുക്കതങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വലിയ എക്സാമ്പിളായിരുന്നു എൻ്റെ കല്യാണ ദിവസം. എനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റിലും മേക്കപ്പിലും എല്ലാം. പക്ഷേ എവറിത്തിങ് കുളമായിപ്പോയി. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ട്, അതായത് മേക്കപ്പ് പാളി എന്ന് പറഞ്ഞിട്ടപ്പം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു, ഇത് മേക്കപ്പ് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ട്രസ്റ്റ് മീ, അത് ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കരം കേക്കി ആയിരുന്നു. ആൻഡ് ചിൻ്റെ അടിയിലുള്ള മേക്കപ്പ് എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞു വിയർപ്പ് തട്ടിയിട്ട് പോയതാണ്. ബട്ട് അങ്ങനെ വിയർപ്പ് തട്ടിയാൽ പോകുന്ന അത്രയും സ്റ്റേജ് ചെയ്യാത്തൊരു മേക്കപ്പാണോ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടായിരിക്കാം ചിലപ്പം. ആൻഡ് ലിറ്ററലി പാളിയിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടിന് പോയപ്പം അവിടെ നിന്നുള്ളൊരു കണ്ണാടി കണ്ടിട്ടാണ് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത്, ഓ ഇത്രയും പാളി. പിന്നെ എല്ലാവരും പറഞ്ഞു ഭയങ്കരം ബാഡായിട്ടുണ്ട്, ലൈക്ക് നിൻ്റെ ഫേസ് പോലെ ഇല്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോയി അവിടെ നിന്ന് മേക്കപ്പ് ഫുൾ റിമൂവ് ചെയ്തിട്ട് പിന്നെ ആളെനിക്ക് എന്തോ ഒരു ചെറിയ ലൈറ്റ് മേക്കപ്പ് സംതിങ് ചെയ്ത് തന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് കാണാനോ നോക്കാനുള്ളൊരു സമയം പോലും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഐ ലിറ്ററലി ഹാഡ് ടു റഷ് അപ്പ് ടു ദ ഓഡിറ്റോറിയം. ബിക്കോസ് അവിടെ ഗ്രൂമിൻ്റെ ആൾക്കാർ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. സോ ലേറ്റ് ആവുന്നത് കൊണ്ട് അങ്ങനെ പോയി. അപ്പോൾ രാവിലത്തെ ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നുമല്ല ഇതിലിപ്പം ഇട്ടിരിക്കുന്നത്. ഈവനിങ് ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഒരു 5 o'clockൻ്റെ അടുത്തായി നമ്മൾ ഹാളിൽ നിന്ന് ഇറങ്ങുമ്പം. എനിക്കാണെങ്കിൽ തലേദിവസം ഞാൻ ഒട്ടും ഉറങ്ങിയില്ല. ആകെ 1.5 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് മേക്കപ്പ് ലേറ്റ് ആവരുത് എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 3 o'clock ആയപ്പോൾ തന്നെ ആളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. 3:15 സംതിങ് ആയപ്പം മേക്കപ്പ് തുടങ്ങിയതാണ്. പക്ഷേ ഒരു 8 സംതിങ് വരെയൊക്കെ പോയി. എനിക്ക് തോന്നുന്നു അബൌട്ട് പോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പം ഭയങ്കര സ്ലോ ആയിരുന്നു മേക്കപ്പ്, അങ്ങനെയും കൂടെ തോന്നി. ആൻഡ് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. കംഫർട്ടബിൾ ഇൻ ദ സെൻസ് മേക്കപ്പ് കുളമായി പോയത് കൊണ്ടിട്ട് നമുക്കൊരു മൊത്തത്തിൽ അന്നത്തെ ഒരു ഡേ കംഫർട്ടബിൾ ആയിരുന്നില്ല. പിന്നെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. എൻ്റെ മാത്രമല്ല, എൻ്റെ സിസ്റ്റേഴ്സിനും ചെറിയ ബ്രൈഡ്സ് മെയ്ഡിനെ മേക്കപ്പ് ചെയ്തിരുന്നു. ജസ്റ്റ് ഒരു 1000 രൂപയുടെ മേക്കപ്പാണ് ചെയ്തത്. അതായത് ഒരു ചെറിയൊരു ഓഫർ പ്രൈസ് പോലെ. അവർ അത്രയും ബിഗിനറാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട്, പിന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടും അവർ ആ ഒരു എമൗണ്ടാണ് നമുക്ക് സിസ്റ്റേഴ്സിന് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് അതും വൺ ഫ്ലോപ്പായിരുന്നു. അതിൽ 2 പേരുടേത് ഓക്കെ ആയിരുന്നു. ബട്ട് അവരുടെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പും ആയിരുന്നില്ല. സോ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ കല്യാണ ദിവസം. പക്ഷേ മേ ബി ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം ഞാൻ അന്നത്തെ ഡേ വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു എന്ന് തന്നെ പറയാം. സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്തു. ആൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ സൈഡും ഞാൻ ചെറുതായിട്ട് മനസ്സിലാക്കി. ബിക്കോസ് എനിക്ക് ആദ്യമേ ബിഗിനർ ആണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ മേക്കപ്പ് ആൾക്ക് ഓക്കെ പറഞ്ഞത്, കൺഫർമേഷൻ കൊടുത്തത്. ബിക്കോസ് എനിക്ക് അയച്ചു തന്നൊരു മേക്കപ്പ് റെഫറൻസ് എനിക്ക് അത്രയും ഓക്കെ ആയിരുന്നു. ബട്ട് അതുപോലെ ആയിരുന്നില്ല എനിക്ക് ചെയ്ത മേക്കപ്പ്. ബട്ട് എന്നാലും ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ് ഐ മാനേജ്ഡ് ദ ഡേ. സോ അങ്ങനെയൊക്കെ ആയിരുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.